ഈശോയിലെറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയുടെ മരണസമയത്തെ രംഗങ്ങളായിരുന്നു. അവിടെ നമ്മൾ വായിക്കുകയാണ്, ഒരു ഗാഗുൽത്തായിലെത്തി കഴിഞ്ഞപ്പോൾ ഈശോയെ അവർ കുരിശിൽ തറക്കുകയാണ്. ഈശോയുടെ ഈ മരണസമയം അതിനെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ജനം ഇങ്ങനെ നോക്കി നിന്നു, പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ തന്നെ രക്ഷിക്കുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രമാണികള് അവനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പട്ടാളക്കാര് അവനെ പരിഹസിക്കുന്നു. അതേസമയം തന്നെ ഈശോയുടെ അപ്പുറവും ഇപ്പുറവും കുരിശില് 2 കള്ളന്മാർ കിടന്നിരുന്നു. അതിലൊരു കള്ളന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു കള്ളൻ ഈശോയെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവനെ ദുഷിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ തുടക്കം തൊട്ട് നമ്മൾ വായിക്കുന്നത് മുഴുവൻ ഈശോ കുരിശിലെടുക്കുന്ന സമയത്ത് ജനക്കൂട്ടം ചുമ്മാ നോക്കി നിൽക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ഈശോയെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ പറയുന്നതാണ്. പക്ഷേ തന്റെ സഹനങ്ങൾക്കിടയിലും ഒരാൾ മാത്രം, ഈ 2 കള്ളന്മാരിൽ ഒരുവൻ അപ്പുറത്ത് കിടക്കുന്ന ആ കള്ളനെ ശകാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീയും അതേ ശിക്ഷാവിധിയിലാണ്, നീ എന്തിനാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നതെന്നൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ഈശോയോട് പറയുകയാണ്, ഈശോയെ അങ്ങനെ പറുദീസയിലായിരിക്കും, നീ എന്നെ കൂടി ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോയിൽ നിന്ന് രക്ഷ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹനങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ രക്ഷാകരമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലെ, നമ്മൾ തന്നെ പല വിശുദ്ധരുടെയും കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള അതേ സഹനങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നപ്പോൾ ആ സഹനങ്ങൾ വിശുദ്ധരെല്ലാവരും അത് രക്ഷാകരമാക്കി മാറ്റി എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ ഇതേ സഹനങ്ങൾ ചിലരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർ ഈശോയെ ശപിച്ചുകൊണ്ട് ജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വലിയൊരു വെല്ലുവിളി ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, രക്ഷയ്ക്കുള്ള ഒരു അനുഭവമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈ നല്ല കള്ളൻ നമുക്കൊരു മാതൃകയാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ രക്ഷാകരമാക്കി തീർക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്